മൈ ഡിയർ വ്യൂവേഴ്സ്, ട്രിപ്പിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നോക്കുന്നത്. ബോട്ടം 8 ഓഫ് വൺസ് ആണ്. അപ്പം ഫസ്റ്റ് തന്നെ ഹൈറോഫൻ്റാണ്. ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വലായിട്ട് എല്ലാം നല്ല ഭക്തിയും കാര്യമെല്ലാം ആയിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൻ്റെ എല്ലാ ഫോളോ ചെയ്ത് നമ്മളെ തറവാടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് വെച്ചാൽ ആ വ്യക്തി ഒരു അറിവ് പകരാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒന്നിക്ക് ടീച്ചറോ മറ്റോ ആവാം. ആ വ്യക്തി ഒരു ദൈവികമായ ഇടപെടലുള്ള ഒരു കണക്ഷനാണിത് കേട്ടോ. ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വിവാഹത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഈ കാർഡ്, ഈ ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു അറിവ് പകർന്നു കൊടുക്കാനും എല്ലാം കഴിവുള്ളൊരു വ്യക്തിയുണ്ട്. ദൈവവിശ്വാസവും എല്ലാം മുറുക്കെ പിടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മാരേജിൽ തന്നെ ഈ ബന്ധം എത്തിപ്പെടുമെന്ന് ഉറപ്പിക്കുന്നൊരു കാർഡ് കൂടിയാണ്. സ്പിരിച്വലാണ്, ഒരു ആത്മബന്ധമുള്ളൊരു സോൾ ടു സോൾ ബന്ധമാണ് എന്ന് കൂടെ പറയുന്നൊരു പഴക്കം ചെന്ന ബന്ധമാണ്. വെച്ചാൽ പഴയ ഒന്നുകിൽ ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം. വിവാഹത്തിൽ ചെന്നെത്തുകയും ചെയ്യും, നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും ബന്ധത്തിൽ. എന്തായാലും ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ബന്ധമായിട്ട് മാറുമെന്ന് ഉറപ്പാണ്. ആ വ്യക്തി ഒരു നല്ലൊരു ദൈവവിശ്വാസവും എല്ലാം മുറുകെ പിടിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് ഹാങ്ഡ് മാൻ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. ഒരു തീരുമാനത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. ഹാങ്ഡ് മാൻ എന്തോ ഒരു കാര്യം നീട്ടി വെക്കുക, ഒരു പുതിയ കാഴ്ചപ്പാട്, അങ്ങനെ. സ്പിരിച്വൽ ഒരു അവേക്കനിൽ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഹൈറോഫൻ്റിലും പറഞ്ഞത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ഇതിൽ ആ വ്യക്തി ഒരു ഹാങ്ക്ഡായ അവസ്ഥയാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. അത്രക്കും ഡീപ്പായൊരു ബന്ധമാണ് അത് ആ ബന്ധത്തിൻ്റെ ഒരു ആഴം എന്താണെന്ന് പിടികിട്ടുന്നില്ല. അതാണ് ആ വ്യക്തി സ്റ്റക്കായിട്ട് ഹാങ്ക്ഡ്മാനായിട്ട് തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകാൻ ആ വ്യക്തി തയ്യാറില്ല. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ആ വ്യക്തി നിങ്ങളെ വിട്ടു കൊടുക്കില്ല എന്നത് ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത ആ ഒരു ആത്മാർത്ഥതയിൽ ആ വ്യക്തി സറണ്ടായ അവസ്ഥയാണ്. അതിൽ സമ്മതിച്ചിന് നിങ്ങളാണ്. അത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ആ വ്യക്തിനെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എത്ര സ്നേഹം തന്നാലും ആ വ്യക്തിക്ക് മതിയാവില്ല.
അത്രയ്ക്ക് ആ ഒരു ആത്മാർത്ഥതയിൽ ആ വ്യക്തിക്ക് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആയിരിക്കാം. ഒരു സ്റ്റെക്കാണ്. നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. തീരുമാനം എടുക്കാനാണ് സ്റ്റെക്കായൊരവസ്ഥ. നിങ്ങൾ മാത്രമാണ്, മനസ്സ് നിറച്ചും നിങ്ങൾ മാത്രമാണ്. ആ വ്യക്തിക്ക് വേറൊരു ചിന്തയില്ല. ആ കൊടുത്ത സ്നേഹത്തെ ആലോചിച്ചിട്ടിങ്ങനെ എന്താ പറയുക, സ്റ്റെക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. സ്വപ്നങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിക്ക് കേട്ടോ. അടുത്തത് 2 of Wands ആണ്. നിങ്ങളെന്ന ഫാഷനെ ഫോളോ ചെയ്യുന്നത്, അത് തന്നെ നിങ്ങളെ തന്നെ ഓർത്തിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ എല്ലാവിധ ഫാഷനും. സ്റ്റെക്കായ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ഒന്നുകിൽ കാസ്റ്റോ അല്ലെങ്കിൽ ഏജോ അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ദൂരെ കണ്ണു നിൽക്കുന്നുണ്ടോ? ഒരു പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കണം ആ വ്യക്തിക്ക്. അതിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 7 of Wands ആണ്. ആ വ്യക്തി ഇമോഷണലി സ്റ്റേബിൾ ചെയ്ത, എല്ലാം കൊണ്ടും ഇമോഷണലിയും ആ വ്യക്തി സ്റ്റേബിളാണ്. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നിട്ട് വിജയിക്കും ആ വ്യക്തി, അതുറപ്പാണ്. എന്ത് തന്നെ ജീവിതത്തിലേക്ക് ഇനി എന്ത് എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എന്ത് വന്നോട്ടെ, അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമേ അല്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. അതാണ് ആ വ്യക്തിക്ക് ഇത്രയും പവർ. എന്ത് തന്നെ വന്നോട്ടെ അതിനെയൊക്കെ ഞാൻ നേരിട്ടോളാം. എന്താ വെച്ചാൽ ഇവിടെ 2 of Cups ആണല്ലോ, അപ്പോൾ അതന്നെ ആയിരിക്കുമല്ലോ. ഭയങ്കര ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളത്. അതിൻ്റെ വെമ്പലിലാണ് എന്ത് തരം റിസ്കുകളും ലൈഫിൽ ഉണ്ടായിക്കോട്ടെ അതിനെല്ലാം മറികടന്ന് വരാനുള്ളൊരു വിൽ പവറോട് നിൽക്കുന്നത്. സ്വന്തം ഒരു പോരാടാൻ തയ്യാറാണ് ആ വ്യക്തി, എന്ത് തന്നെ വന്നാലും. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന തീരുമാനത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിനെല്ലാം പോരാടി മുന്നേറി വരാനുള്ള ഒരു ആത്മധൈര്യവും കരുത്തും എല്ലാം ഉണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഒരു നല്ലൊരു ആത്മവിശ്വാസം, അത്രയും നിങ്ങളോടുള്ള ആ ഫീലിങ്സ് കൊണ്ടാണ് ആ വ്യക്തിക്ക് എല്ലാം മറികടക്കാനും എല്ലാം മുന്നോട്ട് പോകാനും എന്ത് ചെയ്യാനുമുള്ളൊരു മനസ്സിനൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം ഉഷാറാവുമല്ലോ. മറ്റുള്ളവർ ഇവരെല്ലാം തടസ്സപ്പെടുത്താനെല്ലാം പല കളികളും കളിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഈ വ്യക്തിക്ക് ഏശുന്നില്ല എന്ന് പറയാം. ആ വ്യക്തി നല്ല പവർ കിട്ടുക, അന്നന്ന് നല്ലൊരു ഉഷാറും പവറും കിട്ടുകയാണ്. അത് എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം തട്ടി മാറ്റാൻ ഒരു വിൽ പവർ കിട്ടുകയാണ്. എന്തിനാണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് കൊണ്ടാണ് ആ വ്യക്തി ഇത്രയും പവർ കിട്ടുന്നത്. എന്താ പറയണ്ടേ, സ്പീഡിൽ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡിൽ ഓടിയെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്തിരുന്നത്. എന്തിനാ? പ്രശ്നം പരിഹരിക്കാൻ മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. സ്വപ്നങ്ങളിലെല്ലാം നിങ്ങളെ തന്നെ കാണുന്നു, ഓടി നിങ്ങളടുക്ക് എത്തണം. നിങ്ങളടുക്ക് ഓടി എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാം. സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ്. അത്രയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ വ്യക്തിക്ക്, പക്ഷെ അതിനെല്ലാം തട്ടി മാറ്റി നിങ്ങളിലേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ബന്ധം വേണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ആ വ്യക്തി തയ്യാറാണ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും അതിനെല്ലാം നേരിടാൻ ആ വ്യക്തി തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളിൽ അട്രാക്റ്റാണ്, വേറെ ആരെയും പറ്റില്ല. എൻ്റെ സ്നേഹം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. ഒരു ചിരി പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. എൻ്റെ ഒരു ചിരി പോലും മറ്റൊരു
ഒരാൾക്ക് കൊടുക്കുമ്പോൾ നോ കൊടുക്കാൻ ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് ഒരു ചിരി പോലും കൊടുക്കാൻ ഇഷ്ടമുള്ള അത്ര കഞ്ചൂസാണ്. എൻ്റെ ചിരി പോലും നിങ്ങൾക്കേ കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന അത്ര ഒരു കഞ്ചുവായ ഒരു വ്യക്തിയാണ്. നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാക്കി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വെമ്പലോടുകൂടി ഓടി വരുന്നൊരു വ്യക്തിനെ അവിടെ കാണുന്നത്. ഒരു കമ്മിറ്റായാൽ പിന്നെ വിട്ടു പോവില്ല ആ വ്യക്തി. അത്രയ്ക്ക് നല്ലൊരു ഫീലിങ്സാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ഇതിനൊരു നീ ധൈര്യമായിട്ട് ഇരുന്നോളൂ, നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്നാണ് ആ വ്യക്തി പറയുന്നത്. രണ്ടുപേരും അട്രാക്റ്റഡാണ്. നിങ്ങളിൽ ആ വ്യക്തിക്ക് കുടുങ്ങിപ്പോയ അവസ്ഥ, കുടുങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഡീപ്പിൽ കുടുങ്ങിയിട്ട് അങ്ങനെ എന്താ പറയണ്ടേ, മറ്റൊന്നും പറ്റുന്നില്ല, ഇതിലേക്ക് തന്നെ മുഴുകിയിട്ട് വേറെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു സ്നേഹവലയത്തിൽ കുടുങ്ങിപ്പോകാന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നെന്താ പറയേണ്ടത്, ഫീലിങ്സ് അല്ല ഇതിൽ പറയേണ്ടത്, അത്രയും ഡീപ്പാണ് കേട്ടോ. നമ്മൾ ഫീലിങ്സ് അല്ലേ നോക്കുന്നത്, അതിശക്തമായൊരു ഡീപ്പ് ബന്ധം. ആ വ്യക്തിക്ക് മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ആ വ്യക്തിക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. അത്രയും ഡീപ്പായൊരു ഫീലിങ്സാണ്. സ്നേഹമായി നിങ്ങൾ ഇമോഷണലി അവർക്ക് വേണം, അതിനാണ് ഓടി വരുന്ന ആ വ്യക്തി. നിങ്ങൾ ചിന്തിക്കുന്നത് അവരിങ്ങോട്ട് പറയും, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ഇങ്ങോട്ട് പറയും. അത്രക്ക് സോളുകൾ തമ്മിൽ കണക്റ്റാണ്. പാസ്റ്റ് ലൈഫ് ബന്ധമാണ് രണ്ടുപേരും. ഇമോഷൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്രക്ക് ഡീപ്പായിട്ടുള്ള ഈ സോളുകൾ തമ്മിലുള്ള കണക്റ്റഡാണ്. പറയാതെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇമോഷൻ ബോണ്ടിങ് വെരി സ്ട്രോങ് ആണ്. എന്ത് പ്രശ്നം നടന്നാലും നിങ്ങളിൽ തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഓടി വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ മനസ്സിനെ അങ്ങനെ വേദനിപ്പിക്കുന്നു. അത്രമാത്രം ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ ഡീപ്പായൊരു എന്താ പറയുക, ഈ അത്രയും ഡീപ്പ് വെമ്പുന്ന മനസ്സുമായിട്ട് ഓടി വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഡിവൈൻ ടൈമിനാണ് നിങ്ങൾ ഒന്നാവുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഓടി വന്നിട്ടൊന്നും കാര്യമില്ല. ഇത് ഡിവൈൻ തീരുമാനിക്കുന്നൊരു സംഭവമാണ്. ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും. നിങ്ങളുടെ സ്നേഹം എന്തായാലും സത്യമാവുക തന്നെ ചെയ്യും. അവരുടെ മനസ്സിൽ ആഴത്തിൽ അങ്ങനെ പതിഞ്ഞു പോയതാണ് നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും നിങ്ങളുടെ ആ സ്റ്റൈലും എല്ലാം. തമാമിൽ അങ്ങനെ രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളറിയാതെ നിങ്ങളെ വന്ന് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് അവിടെ നിൽക്കപ്പുറതിയില്ല. ആരും കാണാതെ ആ വ്യക്തി നിങ്ങളോർത്ത് കരയുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്നേഹം കൊണ്ട് പറയാൻ ഒരുപാട് കാര്യമായിട്ടാണ് ആ വ്യക്തി ഓടി വരുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ നിങ്ങളെ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. നല്ല മെമ്മറി മാത്രമേ നിങ്ങളെ പറ്റിയിട്ട് ആ വ്യക്തിക്കുള്ളൂ. തമ്മിലൊരു പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തമ്മിൽ. അത്രയ്ക്ക് ഡീപ്പ് സ്നേഹമാണ്, ഫീലിങ്സാണ്, അത്ര ഡീപ്പായ ഫീലിങ്സാണ്. ആ വ്യക്തിയുടെ ഓക്സിജനാണ്, നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അവർ ഓടി വരുന്നത്. ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അത്രത്തോളം ആഴത്തിലുള്ള ആണ് ആ വ്യക്തി നിങ്ങളോടുള്ള ഫീലിങ്സ്. ടു ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ദൈവികമായ കണക്ഷനാണ്. അത് ഡിവൈൻ ടൈമിലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡിവൈൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് തമ്മിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതാണ്. അല്ലാണ്ട് ഇവിടെ തേർഡ് പാർട്ടിയോ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഒന്നുമില്ല. അസൂയയുള്ള ഫ്രണ്ട്സും അങ്ങനത്തെ എല്ലാം ഉണ്ടാവും പ്രശ്നങ്ങൾ ഇട്ട് വരുന്നത് തമ്മിൽ. അത്രക്ക് രണ്ടുപേരും വന്ന് നിന്ന് കഴിഞ്ഞാൽ ആർക്കും അസൂയ തോന്നുന്ന കപ്പിൾസാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ തേർഡ് പാർട്ടിയോ ഒന്നുമില്ല. ഇത് ഡിവൈൻ തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതാണ്. നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഫീലിങ്സിൻ്റെ ആഴം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാൻ, നിങ്ങൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കി തരാൻ ഡിവൈൻ തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇവിടെ കാണുന്നത്. വേറെ ഒരു പ്രശ്നവും. ആ ഒരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ വേദന എന്ന് പറയാം.
അങ്ങനെയല്ലേ പറയണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്നേഹം കൊണ്ടുള്ളൊരു വേദനയില്ലേ, അങ്ങനെ അനുഭവിക്കുന്ന രണ്ടു പേരെയാണ് ഞാനിവിടെ കാണുന്നത്. ഒരു എന്താ പറയുക, നിങ്ങൾ തമ്മിലൊന്ന് ഒന്നായാൽ മതി രണ്ടു പേർക്കും. പിന്നെ ധൃതി പിടിച്ച് ഓടി വരികയാണ്, ഓടി വരാൻ ആഗ്രഹിക്കുകയാണ്. മറ്റാർക്കും നിങ്ങളെ ഒരു തരത്തിലും രണ്ടാക്കാനോ ഒന്നിനും പറ്റില്ല. അവർക്കൊന്ന് ഓടി നിങ്ങളിൽ വന്നു ചേർന്നാൽ മതി. അങ്ങനത്തെ ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എല്ലാം നല്ല കാർഡാണ്. ഇങ്ങനെയുള്ളൊരു ലൈഫാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ടെൻ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നില്ലേ, കൊട്ടാരം, അബണ്ടൻസ് എല്ലാം അടങ്ങി ആ കാർഡിൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അടങ്ങിയ ഒരു ലൈഫാണ്. യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിലേ അത് നടക്കും. നിങ്ങൾ ഓടി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. യൂണിവേഴ്സ് ഒരു ടൈം തീരുമാനിച്ചിട്ടുണ്ട്. ആ ടൈമിലാണ് നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റുകയുള്ളൂ. ടെൻ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തോടു കൂടെയുള്ള എല്ലാ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ അബണ്ടൻ്റായ രാജകീയമായ ഒരു ലൈഫാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ യൂണിവേഴ്സിൻ്റെ ടൈം ആവണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങളെ ഇങ്ങനെ സ്നേഹത്തിൻ്റെ വേദനയുമായിട്ട് പഠിപ്പിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. വേറെ ആരും നിങ്ങൾക്ക് പ്രശ്നക്കാരൊന്നും കാണുന്നില്ല. ഭയങ്കര സെൽഫിഷാണ് ആ വ്യക്തി. നിങ്ങളുടെ കാര്യത്തിലിതാ ഇങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളെ ഒരാൾ നോക്കുന്ന പോലും ഇഷ്ടമല്ല, അത്രയ്ക്ക് സെൽഫിഷാണ്. വളരെ പൊസസീവായ ഒരു വ്യക്തിയാണ്. സ്നേഹം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കണ്ട. ആ വ്യക്തി ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ടോ, അത് തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം. അപ്പം പിന്നെ അടുത്തത് ടെൻ ഓഫ് വൺസാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ചില നിങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നെ മെസ്സേജ് വരുന്ന എന്നുള്ള കാർഡാണത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഓടി വരുമെന്നെ, വന്ന് കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട് ആ വ്യക്തി. ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓർത്തിട്ട് ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റണ്ടേ? ഒരു കാരണവശാലും നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓടി വരുന്നൊരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. അപ്പം നല്ല കാർഡ് കിട്ടിയത് നല്ല സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾ വേദനിക്കുന്നത് അതൊരു നല്ല അടിപൊളി വേദനയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. മെസ്സേജ് I left when I saw you with someone. നിന്നെ മറ്റാരുടെയെങ്കിലും കൂടെ കണ്ടപ്പോൾ ഞാൻ വിട്ടുപോയി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് തന്നതാണ് യൂണിവേഴ്സ് കേട്ടോ. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. എനിക്ക് നീ സുഹൃത്തിനേക്കാളും മുകളിലാണ്. ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗെയിൻ. എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ലോങ്ങായി പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. വേഗം അനിഴം ആർ ഓ കോട്ടയം വി ചിത്ര ഉത്രട്ടാതി ട്വിൻ ഫ്ലെയിം. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ.